നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീഷർട്ട് പ്രിന്റ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ബിസിനസ് ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നമുക്കൊരു ടീഷർട്ട് പ്രിന്റിംഗ് മെഷീൻ വേണം. ഇതിന് 10,000 രൂപയാകും. പിന്നീടൊരു സബ്ലിമേഷൻ പ്രിൻ്റർ വേണം, അതിനൊരു 4,000 രൂപയാകും. പിന്നീട് സബ്ലിമേഷൻ പേപ്പർ വേണം, ഇത് 50 പീസിന് ഒരു 300 രൂപയോളം ആകും. പിന്നീട് സബ്ലിമേഷൻ ടേപ്പ് വേണം, ഇത് റോൾ ടൈപ്പാണ്, ഇത് 100 രൂപയോളം ആകും. പിന്നീട് പ്ലെയിൻ ടീഷർട്ടാണ് വേണ്ടത്, ഇത് 60 രൂപ മുതൽ 100 രൂപ നിരക്കിൽ നമുക്ക് കിട്ടും. 10 എണ്ണം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയാകും. അപ്പോൾ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ വരുന്നത് 15,400 രൂപയാണ്. ഇനി മെഷീൻ നമുക്ക് എവിടെ നിന്ന് വാങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോണിലും ഇന്ത്യ മാർട്ടിലും ഒക്കെ ലഭിക്കും. പക്ഷേ നമ്മൾ ഇന്ത്യൻ മാർട്ടിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും, നല്ല സെലക്ഷൻസ് ഉണ്ടാകും. നമുക്ക് അതിൻ്റെ സെല്ലേഴ്സിനെ നേരിട്ട് കോൺടാക്ട് ചെയ്ത ശേഷം അവരുമായിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചിട്ട് നമുക്ക് നേരിട്ട് പോയി മെഷീൻ കണ്ട് വാങ്ങാവുന്നതാണ്. 10,000 രൂപയ്ക്ക് കിട്ടുന്ന മെഷീനൊക്കെ ഇന്ത്യ മാർട്ടിലാണുള്ളത്. ഒരു ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്നതിനായിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുക്കും. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിൽ 30 മുതൽ 50 ടീഷർട്ട് വരെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഐഡിയയിലുള്ള നല്ല നല്ല ഡിസൈനുകൾ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ലാഭം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങി പ്രിന്റ് ചെയ്തെടുത്ത ഈ ടീഷർട്ട് നമുക്ക് 200 രൂപയ്ക്ക് വേണമെങ്കിലും വിൽക്കാം. അങ്ങനെ 200 രൂപയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 10 എണ്ണത്തിന് 2,000 രൂപ കിട്ടും. അപ്പോൾ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 10 എണ്ണത്തിന് 1,000 രൂപയാണ്. നിങ്ങൾ ഈ മേഖലയിൽ ഒരു തുടക്കക്കാരനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ സമീപത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകൾ സമീപിച്ചിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് നമുക്കിത് അവർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലിയ വലിയ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രിന്റിംഗ് ഒക്കെ ചെയ്ത് അവർക്കും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിനിമ തിയേറ്ററുകളുമായിട്ടൊരു ടൈപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കിത് വിൽക്കാൻ സാധിക്കും. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ സിനിമകൾ റിലീസാകുമ്പോൾ അവിടെ സിനിമയുടെ പേരും നായകൻ്റെ ഫോട്ടോയും കൂടെ അതിൽ പ്രിന്റ് ചെയ്ത ശേഷം നമുക്കത് സിനിമ തിയേറ്ററിൽ ഒരു സ്റ്റോർ വെച്ചിട്ട് അവിടെ തന്നെ ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള നിങ്ങളുടെ ഫോളോവേഴ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ നിങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണമുള്ള ഡിസൈനുകളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ തന്നെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുള്ള ടീഷർട്ടുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കൊരു വരുമാനം ഇതിലൂടെ കണ്ടെത്താം. പിന്നീട് ഓൺലൈൻ വഴിയും നിങ്ങൾക്കിത് സെയിൽ ചെയ്യാം. ഓൺലൈൻ വഴി സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് ഉണ്ടായിരിക്കണം. ഓൺലൈനിൽ അത്യാവശ്യം മത്സര സാധ്യതയുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടീഷർട്ടിൻ്റെ ഗുണനിലവാരം നമ്മൾ ഉറപ്പുവരുത്തണം. ഡിസൈനുകൾ, ഗുണമേന്മ, വില, വിപണനം എന്നിങ്ങനെ 4 കാര്യങ്ങളിലാണ് ഏതൊരു ബ്രാൻഡിൻ്റെയും വിൽപ്പന സാധ്യമാകുന്നത്. നമ്മുടെ ടീഷർട്ട് നമുക്ക് വേണമെങ്കിൽ റീറ്റെയിലുമാർക്കും ഹോൾസെയിലുമാർക്കും വിൽക്കാവുന്നതാണ്. മാത്രമല്ല നല്ലൊരു ബ്രാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി നമുക്ക് സെയിൽ ചെയ്യാം. ഈ ബിസിനസ് ആരംഭിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്നും ഇത് ചെയ്യാൻ സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കട വാടകയ്ക്കെടുത്തും ചെയ്യാവുന്നതാണ്. വലിയൊരു റൂമൊന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല, ചെറിയൊരു റൂം മാത്രം മതിയാകും. പിന്നെ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, ഇതിന് വലിയ കറണ്ടൊന്നും ആവുന്നില്ല, നോർമൽ കറണ്ട് തന്നെയാണ് ഇതിന് വരുന്നത്. നല്ല രീതിയിൽ ഇത് സെയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രിൻറ്റിങ് അത്യാവശ്യം നല്ല മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രിൻറ്റിങ്ങുകൾ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മളൊരു ഡിസൈൻ രൂപകൽപ്പന ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവർക്കോ ഒക്കെ നമ്മളതിൻ്റെ പ്രിൻറ്റിങ് മോഡൽ അയച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം. അവരുടെ സജഷൻസ് നിങ്ങൾ കേൾക്കണം, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പോൾ മാത്രമാണ് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നത്. ടീഷർട്ടിൻ്റെയും പ്രിൻറ്റിങ്ങിൻ്റെയും ഗുണനിലവാരം വളരെ മെച്ചപ്പെട്ടതാകാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഒരു വട്ടം വാങ്ങിയ വ്യക്തി വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമ്മുടെ ടീഷർട്ട്. അപ്പോൾ ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസുകളും പെർമിറ്റുകളും എല്ലാം നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാങ്ങിയിരിക്കണം. കൂടാതെ മറ്റേതെങ്കിലും കമ്പനിയുടെ പകർപ്പവകാശമോ വ്യാപാര മുദ്രയോ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും വേണം. ടീഷർട്ട് ഡിസൈനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് ഫോട്ടോഷോപ്പ് വഴി ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു വരുമാനം തന്നെ നേടിത്തരുന്ന ഒരു ബിസിനസ്സാണിത്. മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിതും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.